പറഞ്ഞു തന്നു കഴിഞ്ഞു. എനിക്കറിയാമെന്നുള്ളതെല്ലാം ശിഷ്യ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇതിനെ നീ പൂർണ്ണമായി നിരീക്ഷിച്ച്, ആ വാക്കാണ് പ്രധാനം, പൂർണ്ണമായി നിരീക്ഷിച്ച് നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുക. അല്ല, നീ ഇതിൻ്റെ പിറകെ നടക്കണ്ട, നീ നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുക. പക്ഷെ നീ ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് നിനക്ക് അടുത്ത ഡിഗ്രിയിലേക്ക് പോകാം എന്നുള്ളൊരു കൺസെപ്റ്റ് അതിനകത്തുകൊണ്ട്, സൂപ്പർലേറ്റീവിലേക്ക് പോകാം. പക്ഷേ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ FB യൂണിവേഴ്സിറ്റിയിൽ, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് സ്ത്രീകൾ എന്തുകൂടും പൊക്കൂട എന്നുള്ളതാണ്. പല വേർഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വേർഷൻ നമ്മുടെ ആനി കിച്ചൻ, അമൃത TV-ലാന്ന് തോന്നുന്നു, ആനി കിച്ചനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഷാജി കൈലാസിൻ്റെ ഭാര്യ ഒരു യുവാവായിട്ടുള്ള ഒരാളുമായിട്ടുള്ളൊരു ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വേറെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ചില വേർഷൻസാണ്. ഒരുപാട് വേർഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഒരു വേർഷൻ, ഒരാളുടെ വേർഷൻ. അതുകൊണ്ട് ബ്രഹ്മചാരിയായിരിക്കുന്ന സ്ഥലത്ത് പ്രസവ സമയത്തുള്ള, അതായത് മെൻസസ് പീരീഡും ഒക്കെ ഉള്ള പ്രസവ സമയമുള്ള കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ, 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ വന്നാൽ ആ ബ്രഹ്മചര്യത്തിന് കേടുണ്ടാകും. നൈഷ്ഠിക ഉദാഹരണമായിട്ട് നമ്മുടെ വിശ്വാമിത്ര മഹർഷിയൊക്കെ കണ്ണു തുറന്നു രമ്പതിലോത്തമ ഉർവശി മേനക രമ്പതിലോത്തമമാരിൽ വന്ന് എന്താണ് അവർ വന്ന് എന്താണ് ഡാൻസ് ചെയ്തപ്പോൾ അതിൻ്റെ ഗന്ധം അടിച്ചുകൊണ്ട് കണ്ണടച്ചിട്ടിരുന്ന മഹർഷി കണ്ണു തുറന്നു എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു പുരുഷ സംവിധാനത്തിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ബ്രഹ്മചര്യത്തിലിരിക്കുന്ന കുഞ്ഞാണെങ്കിൽ, ഒരുപക്ഷെ ഇങ്ങനെ സ്ത്രീകളോടെ ചെന്നാൽ അതിൻ്റെ ബ്രഹ്മചര്യം മുടങ്ങും. ഒന്നാമത്തെ വാദം. രണ്ടാമത് പറയുന്നൊരു വാദം നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നുള്ള കഥ പറയുന്നു. പിന്നെ പറയുന്നൊരു വാദം യോഗാവസ്ഥയിലിരിക്കുന്നതാണ്. യോഗാവസ്ഥയിലിരിക്കുന്നതുകൊണ്ട് യോഗത്തിന് ഇരിക്കുന്ന ധ്യാനത്തിന് തടസ്സം വരും. പിന്നെ അടുത്തൊരു വാദം, ഉടൻ തന്നെ അടുത്ത യൂണിവേഴ്സിറ്റിക്കാർ വന്നു. ഇതെല്ലാം നല്ല രസമാണ്. നമ്മുടെ ഹിന്ദു സമുദായത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മെച്ചം എന്താണ്? വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ്. ഞാൻ വെളിച്ചപ്പാടാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ കാര്യകാരണ സഹിതം ഇത് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു വേർഷൻ ഇല്ല. അപ്പോൾ അടുത്ത വേർഷൻ വന്നിരിക്കുന്നത് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ധ്യാനത്തിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ധ്യാനത്തിലിരിക്കുന്നത് കൊണ്ട് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള പ്രസവിക്കുന്ന സ്ത്രീകൾ, ആ പ്രസവ പ്രായത്തിലുള്ള സ്ത്രീകൾ അവിടെ വന്നാൽ അമ്മയുടെ ഒരു സ്ഥാനത്ത് അവരെ കാണേണ്ടി വരുമെന്നും, അങ്ങനെ അമ്മയുടെ സ്ഥാനത്ത് ഈ സ്ത്രീകളെ കാണേണ്ടി വരുന്നത് കൊണ്ട് അയ്യപ്പന്റെ ധ്യാനത്തിൽ നിന്ന് കണ്ണു തുറന്ന് ഇവരെ കാണണം, അല്ലെങ്കിൽ ഇവരുടെ അനുഗ്രഹം വാങ്ങണം